നമസ്കാരം. പ്രീത സീസണൽ ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ധാരാളം മാവുകളുണ്ട്. പക്ഷെ നമ്മൾ മാങ്ങ പറിച്ചു വെച്ച് കഴിയുമ്പോൾ അത് പഴുത്ത് നമ്മൾ വലിയ പ്രതീക്ഷയോടെ പൂളി നോക്കുമ്പോൾ കാണും നിറച്ച് പുഴുക്കൾ. എന്താണ് ഇതിന്റെ കാരണം? ഇതിനുള്ള പരിഹാരം എന്താ എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിന് മുമ്പേ ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ. എന്റെ നാട്ടുമാവാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നിരാടെ വിട്ട വർഷം, അതായത് ഈ വർഷം കഴിക്കാൻ അടുത്ത വർഷം കഴിക്കാം, അങ്ങനെയുള്ള കായ്ക്കുന്ന മാങ്ങ. കായ്ച്ചു കഴിഞ്ഞാൽ നിറച്ച് മാങ്ങ ഉണ്ടോ, പക്ഷെ പഴുത്ത് ഇങ്ങോട്ട് വീഴുന്നതെല്ലാം അന്നേരം പറക്കില്ല, നിറച്ച് പുഴുക്കളാണ്. പഴുത്ത് വീഴുന്നതിനകത്തും പുഴുവുണ്ട്, പെട്ടെന്ന് അപൂർവം ചിലതിന് മാത്രമേ പുഴുവില്ലാതെ കിട്ടുകയുള്ളൂ. അതിനുള്ള പരിഹാരം തേടിയുള്ള യാത്രയായിരുന്നു ഇത്രയും നാളും. അതിനുള്ള പരിഹാരമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത്. ഇങ്ങനെ കേടായി കിടക്കുന്ന മാങ്ങ നമ്മൾ വിചാരിക്കും പുഴുവാണല്ലോ അവിടെ കിടന്നോട്ടത്ത് വിചാരിക്കും. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ പുഴുത്ത് വീഴുന്ന മാങ്ങ അതിന്റെ ചുവട്ടിൽ നിന്നെല്ലാം കളക്ട് ചെയ്ത് വളരെ ദൂരെ എവിടെയും കൊണ്ട് കളയോ നശിപ്പിച്ച് കളയോണ് ചെയ്യേണ്ടത്. കാരണം ഈ മാവിന്റെ ഈ വീഴുന്ന മാങ്ങയ്ക്കകത്ത് നമ്മുടെ കായ്ച്ച വന്ന് മുട്ടയിട്ട് അത് ഈ മുട്ട മണ്ണിൽ കിടന്ന സമാധി ദശയിൽ ഏകദേശം അടുത്ത വർഷം പൂവാവുന്ന പൂത്ത് കാ പിടിക്കുന്ന സമയം വരെ അത് മണ്ണിൽ കിടക്കും. പൂത്ത് പിടിച്ച് കണ്ണിമാങ്ങ പരുവ് അങ്ങോട്ട് കഴിയുമ്പോഴേ പറന്ന് വീട് നമ്മുടെ കായ്ച്ച അത് അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് മാവിന്റെ വീട്ടിൽ പഴുത്ത് വീഴുന്ന ഈ മാങ്ങയെല്ലാം കേടായിക്കോട്ടെ നല്ലതായിക്കോട്ടെ എല്ലാം പറിക്കാൻ ചവിട്ടിൽ നിന്ന് മാറ്റി കഴിഞ്ഞിട്ട് അടുത്ത നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പറഞ്ഞാല് ഈ മാവിന്റെ അടുത്ത് ഒരു ഫെറമോൺ കെട്ടിത്തൂക്കും. മാവിന്റെ ഏതെങ്കിലും ഒരു ശിഖരത്തില് ഫെറമോൺ കെട്ടിത്തൂക്കും. ഇതാണെങ്കിൽ കായ്ച്ചകളെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇതാണെങ്കിൽ നമ്മുടെ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളിലോ നല്ല വളക്കളകളിലൊക്കെ ഈ ഫെറമോൺ വാങ്ങാൻ കിട്ടും. കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ അല്പം വില കുറച്ച് കിട്ടും, കടകളിലാണ് അല്പം 10-15 രൂപയുടെ കൂടുതൽ കൊടുക്കും, അത്രയുള്ള വ്യത്യാസമേ ഉള്ളൂ. ഇത് വാങ്ങിച്ചു കിട്ടിയ നമ്മുടെ മാങ്ങ പൂത്ത് കായ്ക്കുന്നിടം വരെയുള്ള കാലത്തേക്ക് അത് ഉപയോഗിക്കാം. ഒരു പ്രാവശ്യം അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. 3-4 മാസം മാത്രമേ ഈ കെണിയുടെ ആ ഫലം എഫക്റ്റ് ആവത്തുള്ളൂ. അത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ അഴിച്ചു മാറ്റേണ്ടതാണ്. അടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ കവറ് കളയാതെ ഈ ഇതിനകത്തിരിക്കുന്ന ഫെറമോൺ മാത്രം വാങ്ങാൻ കിട്ടും. അത് വാങ്ങി അടുത്ത വർഷം നമുക്കിത് കെണിയായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇനി പഴുത്ത് വീഴുന്ന മാങ്ങ നമ്മളിതെല്ലാം ഇങ്ങനെ നശിപ്പിച്ച ശേഷം പച്ചമാങ്ങ പറിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? താഴെ വീഴാതെ മാങ്ങ പറിക്കുക. താഴെ വീഴാതെ മാങ്ങ പറിച്ച ശേഷം നമ്മൾ ഇനി എന്താണ് ചെയ്യുന്നത് ഞാൻ കാണിക്കാം. ഈ മാങ്ങ ഉപയോഗിക്കുന്നത് പച്ചമാങ്ങ ഞാൻ താഴെ വീഴാതെ പറിച്ചെടുത്താണ്. ഇത് തിളച്ച വെള്ളമാണ്. തിളച്ച വെള്ളം ഈ മാങ്ങയ്ക്കനുസരിച്ച് വെള്ളം ഒഴിക്കുക. അതിൽ നിന്നിട്ട് നല്ലതായിട്ട് വെട്ടി തിളച്ച വെള്ളമാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിക്കുക. ഇത്രയും പച്ചവെള്ളം കൂടി, ഇത്രയും മാങ്ങയ്ക്ക് ആവശ്യമുള്ളല്ലോ, അപ്പൊ അത്രയും പച്ചവെള്ളം ഒഴിക്കും. ഇനി കുറച്ച് കല്ലിപ്പിടുക. നമ്മൾ കുറച്ച് കല്ലിപ്പിട്ടു. അതിനുശേഷം ഈ മാങ്ങ ഓരോന്നും വെള്ളത്തിലിട്ട് ഒരു 5 മിനിറ്റ് നേരം വെച്ച് ഈ മാങ്ങയിലൊക്കെ ചെറിയ സൂചി കുത്ത് പോലെ കാണാം നമുക്ക്. ഇച്ചിരി വെള്ളം കുറയട്ടെ, നമുക്ക് തിരിച്ചരിച്ചിട്ട് കൊടുക്കാം. വെള്ളത്തിൽ 5 മിനിറ്റ് വരെ ഇങ്ങനെ ഇരിക്കാം. അങ്ങനെ 5 മിനിറ്റ് വരെ ഇരിക്കുമ്പോ ചെറിയ ചെറിയ, നിങ്ങൾക്ക് നോക്കി അറിയാം, ചെറിയ ചെറിയ കുമ്പള ഈ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരും. നോക്കി, ചെറിയ ചെറിയ കുമ്പളകൾ കണ്ടോ? ഇതെന്ന് പറയുന്നത് കായ്ച്ച ഇവിടെ മുട്ട എന്താ ചെറിയ സുഷിരങ്ങൾ ഉണ്ടാക്കി ചെറിയ മുട്ട ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ആ മുട്ടയിലുള്ള ഹോളിലേക്കൂടാണ്, ആ ഹോളിൽ നിന്ന് പുറത്തേക്കാണ് ഈ ചെറിയ ചെറിയ കുമ്പളകൾ പോലെ ഉണ്ട്. അപ്പൊ അതിലേക്ക് ഈ തിളച്ച വെള്ളം, നമ്മുടെ ഒഴിച്ച വെള്ളം കയറുന്നതാണ് ഈ കാണുന്ന കുമ്പളകൾ. അതുകൊണ്ട് ഇങ്ങനെ ഇടുമ്പോ ഈ മുട്ടകൾ ഇതിനകത്ത് വെച്ചൊന്ന് നശിച്ചു പോകും. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഈ മുട്ടകളെല്ലാം, മുട്ടകളുടെ ഉപ്പുവാണല്ലോ, ഉപ്പ് ഒരു ആന്റിസെപ്റ്റിക് ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ ഈ ഉപ്പ് ഇതെല്ലാം കൂടെ ഈ വെള്ളത്തിൽ നിന്ന് കയറുമ്പോ തന്നെ അപ്പൊ നിങ്ങൾക്ക് നോക്കാം ഇവര് എത്ര കായ്ച്ച സൂക്ഷ്മ ഈ മാങ്ങയിലുണ്ടെന്നാണ് ഈ കുമ്പള വരുന്നതനുസരിച്ച് കാണാൻ പറ്റുന്നുണ്ട്. എല്ലാം ഒന്നും കാണുന്നത് എങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഉണ്ടോ ചെറിയ കുമ്പളകൾ ഇങ്ങനെ പൊങ്ങി വരുന്നത്? ഒന്നുകൂടെ കാണിക്കാൻ വേണ്ടി ഞാൻ
ഇത് നിങ്ങൾ നോക്കിക്കണം. ചെറിയ ചെറിയ കുമ്പളകൾ ഇതിന് മുകളിൽ പൊങ്ങി കിടക്കുന്നുണ്ടോ? ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുന്നത് ഞാൻ കാണിക്കും. ഇവിടെ നമ്മളോട് വെച്ചിട്ട് നേരത്തെ വെക്കും അടുപ്പിലും വെക്കാം. എന്നിട്ട് നമ്മളൊരു നല്ല വൃത്തിയുള്ള ഒരു വെള്ള തുണി കൊണ്ട് ഓരോന്നും തുടച്ചെടുക്കാം. ഈ ഓരോ മാങ്ങയും നമ്മളിങ്ങനെ വൃത്തിയുള്ള തുണി കൊണ്ട് തുടച്ചിടും. ഇതോടൊക്കെ ഒരു കവറിലോ എന്തെങ്കിലും അടപ്പുള്ള ഒരു പാത്രത്തിലോ നിങ്ങൾക്ക് ഇത് പരക്കി കെട്ടിവെക്കും. കെട്ടിവെച്ചിട്ട് ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്ക് മാങ്ങ പഴുക്കും. ഈ മാങ്ങയ്ക്കകത്തെങ്കിൽ ഒരു ശകലം ഒറ്റ പുഴു പോലും അത് കാണുകയില്ല. നമ്മൾ ഏതെങ്കിലും പാത്രത്തിൽ കെട്ടിവെക്കണം. കെട്ടി തന്നെയാണ് ഇത് അടുത്ത ദിവസം വളരെ നല്ലത്.